ഓരോ ബലിപെരുന്നാളിൻ്റെ സമയത്തും ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ പൊതുവെയുള്ള മുഖ്യധാര ചാനലുകളുണ്ടല്ലോ, ആ ചാനലുകളിൽ ഈ ബലിപെരുന്നാളിൻ്റെ വാർത്തകൾ വരും, അതിൻ്റെ നമസ്കാരം, അതിൻ്റെ തക്ബീർ ചൊല്ലുന്ന കാര്യം, അതുപോലെ തന്നെ ബലിയെറുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതൊക്കെ ഈ ആങ്കർമാർ സംസാരിക്കും. അപ്പോൾ ആ സംസാരിക്കുന്ന ക്ലിപ്പുകൾ വരും. അതിൻ്റെ താഴെ ഉള്ള കമൻസ് നമ്മൾ വായിച്ചു നോക്കിയാൽ അതിൽ പലപ്പോഴും ഉണ്ടാവാറുള്ളത് അങ്ങേയറ്റത്തെ വിദ്വേഷം. ബലിപെരുന്നാൾ എന്ന് പറഞ്ഞ ഒരുപാട് ജീവികളെ നിങ്ങളിങ്ങനെ കൊല്ലാകൊല കൊടുക്കല്ലേ, ഇതാണ് നിങ്ങൾ ഇസ്ലാമിൻ്റെ കാരുണ്യം എന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ വല്ലാത്ത ട്രോളുകളും ആക്ഷേപങ്ങളും ചൊരിയുന്ന ഒരു സാഹചര്യം കുറച്ചായിട്ട് തുടങ്ങും. അങ്ങനെ കൂടി വന്നു ഇപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ വിദ്വേഷമുള്ള കമൻറ്റുകൾ ഇങ്ങനെ ആവർത്തിച്ച ആളുകൾ വായിക്കുമ്പോൾ പറയുമ്പോൾ അതൊരു മോശപ്പെട്ട കാര്യമാണ്. ഈ ബലിപെരുന്നാൾ എന്നുള്ള രൂപത്തിലേക്ക് എന്ത് ചെയ്യും, ഒരു മൈൻഡ് സെറ്റപ്പ് ആളുകൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളതിൻ്റെ മറുവശം സംസാരിക്കാൻ നിർബന്ധിതരാകും. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആളുകളെ സംബന്ധിച്ച് നമുക്ക് വളരെ ഒരു സഹതാപം തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ആഘോഷത്തെ പോലും സഹിക്കാൻ കഴിയാത്ത ഒരു മനോഭാവമാണ് ഇവർക്ക്. ഇവർ ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര വിശാലതയുടെ ആളുകളും അവർ ഭയങ്കര സഹിഷ്ണുതയുടെ ആളുകളൊക്കെ ആയിട്ടാണ് രംഗത്ത് വരുന്നത്. പക്ഷേ ഇവിടെയുള്ള ഒരു സമുദായത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആഘോഷത്തെ പോലും അവർക്ക് സഹിക്കാൻ കഴിയാത്തൊരു മനോഭാവം ഉണ്ടല്ലോ, അത് വളരെ ഗുരുതരമാണ്. മറ്റൊന്നെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആക്ഷേപം ഉന്നയിക്കൽ സെലക്റ്റീവ് ആണെന്നുള്ളതാണ്. ഏത് ആഘോഷങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിനൊക്കെ ഇതുപോലെ പറയാവുന്ന പല സൈഡുകളുണ്ടാവും. അതൊന്നും ആരും പറയാറില്ലല്ലോ. ജല്ലിക്കെട്ട്, ആ ജല്ലിക്കെട്ടിൻ്റെ ഒരു കാഴ്ച നമുക്ക് കണ്ടാൽ ചിലപ്പോൾ ബോധം കിട്ടുമ്പോഴും തമിഴ്നാട്ടിൽ നടക്കുന്ന സംഗതി, അതിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്, എന്തൊക്കെ വിഷയം ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം 1960 മൃഗങ്ങളോടുള്ള ക്രൂരതാ നിയമത്തിൻ്റെ പരിധി വെച്ചുകൊണ്ട് അത് മുന്നിൽ വെച്ചുകൊണ്ട് ഒരാൾ കേസിന് പോയി സുപ്രീം കോടതിയിൽ, ഇത് ഇല്ലാതാക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ സുപ്രീം കോടതി അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് പറഞ്ഞത് ആ ഒരു നിയമത്തിൻ്റെ പരിധിയിൽ ഇത് വരില്ല, ഇവർക്ക് നടത്താനാണ്, ഇവർക്ക് നടത്താനുള്ള അനുവാദം കൊടുക്കുകയാണ്, തുടരാൻ അനുവാദം കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തമബാല, അതുപോലെ തന്നെ കാളവണ്ടി ഓട്ടം എന്നൊക്കെ ഉള്ള രീതിയിൽ ഈ കർണാടകയിലും മഹാരാഷ്ട്രയിലും ഉണ്ടായിരുന്ന കുറേ സംഗതികൾ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിനൊക്കെ എന്ത് ചെയ്തു, അനുവാദം കൊടുത്തു. അതൊന്നും ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരില്ല എന്നാണ് സുപ്രീം കോടതി യഥാർത്ഥത്തിൽ പറഞ്ഞത്. പിന്നെ ഇവിടെ ഒരുപാട് ഹോമങ്ങൾ നടക്കുന്നുണ്ട്, യാഗങ്ങൾ നടക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് സംഗതികൾ മൃഗങ്ങളെ ബലി കൊടുത്തുകൊണ്ടൊക്കെ പല സമുദായത്തിലും ആചാരത്തിൻ്റെ ഭാഗമായിട്ടും ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടും ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ വിഷുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പടക്കം പൊട്ടി അതിൻ്റെ പേരിൽ ഒരുപാട് മരണങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ശരിക്കും ഒരു പടക്കം പൊട്ടുമ്പോൾ ഒരു ശബ്ദ മലിനീകരണം, വായു മലിനീകരണം, അങ്ങനെ എന്തൊക്കെ പറയാൻ പറ്റും അല്ലേ? ഇതൊന്നും ആരും ചർച്ച ചെയ്യില്ലല്ലോ. ഞാൻ പറയുന്നത് അതൊന്നും ചർച്ച ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതൊക്കെ ഓരോ സമുദായത്തിൻ്റെ രീതികളാണ്. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഈ ആഘോഷങ്ങളും കാര്യങ്ങളും വരുമ്പോൾ അതിൻ്റെ അടിയിൽ പോയി ഇങ്ങനെ ഇത് മോശമല്ലേ, ശരിയല്ലല്ലോ എന്ന് പറഞ്ഞാൽ ആരും കമൻറ്റ് ചെയ്യാറില്ല. അങ്ങനെ ആരും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഒന്നുകിൽ ഫേക്ക് ഐഡി ആയിരിക്കും, അല്ലെങ്കിൽ അതിനെപ്പറ്റി കുറിച്ച് യാതൊരു ധാരണ ഇല്ലാത്തവരായിരിക്കും. ഇത് അങ്ങനെയല്ല. ഇത് വളരെ മാന്യതയുള്ള മുഖമൂടിയുള്ള ആളുകളൊക്കെ വന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സമയത്ത് ഈ രൂപത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് സെലക്റ്റീവ് ആണെന്നുള്ളതാണ് ഞാൻ പറയുന്നത് രണ്ടാമത്തെ ഒരു പ്രശ്നം. മറ്റൊന്നെന്ന് വെച്ചാൽ ഇവരൊക്കെ തന്നെ സ്വന്തം വീട്ടിൽ മത്സ്യം കഴിക്കുന്നുണ്ട്, മാംസം കഴിക്കുന്നുണ്ട്, കോഴി കഴിക്കുന്നുണ്ട്, ഒക്കെ കഴിക്കുന്നുണ്ട് പല ആളുകളും. ആ കഴിക്കുന്ന ആളുകൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് ബലിയെറുക്കുന്നതെന്ന് പറഞ്ഞിട്ട് കരയുന്നത്. ഇവർ കഴിക്കണമൊക്കെ സാധനം ചത്തതാ, അതൊക്കെ എന്താണ് ഈ രീതിയിൽ കൊണ്ടുവരുന്നത് തന്നെയല്ലേ, ജീവണ്ടായിരുന്ന സാധനങ്ങൾ തന്നെയല്ലേ. അപ്പോൾ അത് അവരുടെ വിഷയത്തിൽ വരുമ്പോൾ പ്രശ്നമല്ല, അത് മൊത്തത്തിൽ സമുദായം ആ കാര്യം ചെയ്യുമ്പോൾ പ്രശ്നമാണെന്നുള്ള കാര്യം. പിന്നെ മാത്രമല്ല, ഈ കാലിക്കടത്തിൻ്റെ പേരിൽ മനുഷ്യരെ തല്ലിക്കൊല്ലുന്ന സാഹചര്യങ്ങൾ ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തെലങ്കാനയിൽ അല്ലേ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മനുഷ്യനെ തല്ലിക്കൊല്ലുന്നത്, പട്ടിക കൊണ്ടാണ് തല്ലിക്കൊല്ലുന്നത്, ഇരുമ്പ് ദണ്ട് കൊണ്ടാണ് തല്ലിക്കൊല്ലുന്നത്, കത്തി കൊണ്ടാണ് കുത്തിക്കൊല്ലുന്നത്. ഒരു അഖലാഖ് എന്ന് പറയുന്ന മനുഷ്യൻ മാംസം സൂക്ഷിച്ചു, ബീഫ് സൂക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് കൊല ചെയ്തു. എത്ര ആളുകളെ പച്ച മനുഷ്യന്മാരെ അടിച്ചു കൊല്ലുന്ന ആൾക്കൂട്ട കൊലപാതകം നടത്തുന്ന ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളിൽ വന്നിട്ട് ഭയങ്കര മൃഗസ്നേഹം കാണിച്ചുകൊണ്ട് അവർ പറയുന്നത് എന്നുള്ളത് അതിൻ്റെ വൈപരീതം നമ്മൾ കാണേണ്ടതുണ്ട്. പിന്നെ മാത്രമല്ല, ഈ ബീഫ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികൾ, രാജ്യങ്ങൾ, ഇത് പരിശോധിച്ച് നോക്കിയാൽ ലോകത്ത് 4ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. അത് ചിലപ്പോൾ 3ാം സ്ഥാനമാറുണ്ട്, ചിലപ്പോൾ 2ാം സ്ഥാനത്തേക്ക് വരുത്താറുണ്ട്. ഇങ്ങനത്തെ സ്ഥാനത്തുള്ളതാണ്. അത് കൃത്യമായ റിപ്പോർട്ടുള്ളതാണ്. 1ാം സ്ഥാനം ബ്രസീലാണ്, 2ാം സ്ഥാനം ഓസ്ട്രേലിയയാണ്, 3ാം സ്ഥാനം അമേരിക്കയാണ്. ഇതൊന്നും ഒരു അറബ് രാജ്യങ്ങളല്ല, ഒക്കെ മറ്റ് രാജ്യങ്ങളാണ്. അപ്പോൾ ഈ മൃഗങ്ങളെ ഇങ്ങനെ ബീഫ് കയറ്റുമതി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യണം, കൊല്ലണ്ടേ, അല്ലാതെ നടക്കുക. അപ്പോൾ ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നത്, അതിൻ്റെ കാശ് അവർ ഉണ്ടാക്കുന്നുണ്ട്. ഇതിലെ കമ്പനികൾ, അതിൻ്റെ പിന്നിലുള്ള ഷെയർ ഹോൾഡേഴ്സിനും ആളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇവരൊക്കെ പറയുന്ന ഇവരുടെ സഹപ്രവർത്തകരിലേക്ക് എന്ത് ചെയ്യും, ആ വിഷയങ്ങൾ എത്തുന്നുള്ളത് യാതൊരു തർക്കമല്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, ഇസ്ലാമിനെ കുറിച്ച് അങ്ങേയറ്റത്തെ അജ്ഞത ഇവർക്കുണ്ടെന്നുള്ളതാണ്. ആ അജ്ഞതയിൽ നിന്നാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വരുന്നത്. ഇസ്ലാം എന്തോ ഒരു ഭീകരതയാണ്, ഒരു മോശപ്പെട്ട സംഗതിയാണ്, ഇതിലൂടെ ചെയ്യുന്നത് ജീവികളോട് യാതൊരു കാര്യമില്ലാത്ത മതമാണെന്നൊക്കെയാണ് പൊതുവെ ചിത്രീകരിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ജീവികളെ പീഡിപ്പിക്കാൻ പാടില്ല, അതേപോലെ തന്നെ ജീവികളെ കൊണ്ട് അമിതമായി ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല, അവയെ ശപിക്കാൻ പാടില്ല, അവരെ അതുപോലെ ജീവജാലങ്ങൾ പ്രത്യേകിച്ച് ഉറുമ്പുകളെ ഒന്നും നിങ്ങൾ കത്തിക്കാൻ പാടില്ല, കത്തിച്ചുകൊണ്ട് കൊല്ലാൻ പാടില്ല. ഒരു കുരുവിയെ പിടിച്ചുകൊണ്ടൊരു നബിസ്വല്ലല്ലാഹു അടുക്കൽ വന്നപ്പോൾ ഒരു കുട്ടി വന്നപ്പോൾ ഇതിൻ്റെ തള്ള എവിടെയെന്ന് ചോദിച്ചു. ആ തള്ളൻ്റെ അടുത്ത് കൊണ്ടുപോയി ആക്കാൻ പറഞ്ഞു. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. അതുപോലെ ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ ആ മനുഷ്യൻ സ്വർഗ്ഗത്തിൽ പോയി, എന്നാൽ പൂച്ചയെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ ഒരു സ്ത്രീ നരകത്തിൽ പോയി എന്ന് പഠിപ്പിച്ച മതമാണിത്. ഒരു ഒട്ടകം അതിൻ്റെ യജമാനൻ അതിനെ പൊള്ളിച്ച് പ്രയാസപ്പെടുത്തിയപ്പോൾ ആക്ഷേപം പറഞ്ഞതിൻ്റെ പേരിൽ അത് പ്രവാചകൻ ആ യജമാനെ വിളിച്ചുകൊണ്ട് ശാസിച്ചത്. നമുക്ക് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അപ്പോൾ ജീവജാലങ്ങളോട് അങ്ങേയറ്റത്തെ കാരുണ്യമാണ് ഇസ്ലാം കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ പിന്നെന്താ വെച്ചാൽ ഈ മനുഷ്യന് ഭക്ഷണത്തിനായിട്ടും മറ്റു ഉപകാരങ്ങൾക്കായിക്കൊണ്ടാണ് ഇവിടെ ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളും എന്നതാണ് ഇസ്ലാമിൻ്റെ മൊത്തത്തിലുള്ള കാഴ്ചപ്പാട്. അതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ജീവജാലങ്ങളുണ്ട്. ഇപ്പോൾ പന്നി മാംസം കഴിക്കാൻ പാടില്ല, അതിന് കഴിക്കാൻ പാടില്ലാത്തത്, കഴിക്കാൻ പാടുള്ളതുണ്ട്. അപ്പോൾ അത് ഇസ്ലാമിൻ്റെ മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ്. പിന്നെ മാത്രമല്ല, ഒന്നിനെയും കൊല്ലാനും ഇതാക്കാനും പാടില്ല പറഞ്ഞാൽ ഇവിടെ ആർക്കൊന്നും ചെയ്യാൻ കഴിയും. ഇപ്പോൾ സസ്യബുക്കുകളായ ആളുകളാണല്ലോ ഈ മാംസം വലിയ ക്രൂരതയെന്ന് പറയുന്നത്. സസ്യത്തിന് ജീവനുണ്ട് എന്നല്ലേ നമുക്ക് പഠിപ്പിക്കുന്നത്.
അല്ലേ? അപ്പോൾ സസ്യത്തിൻ്റെ സാധനം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാലും എന്താണ് ജീവനുള്ള പ്രശ്നം, ഒരു ചാക്രിക വ്യവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഈ സസ്യങ്ങളെ ഭക്ഷിച്ചുകൊണ്ടാണ് ചില ജീവജാലങ്ങൾ ജീവിക്കുന്നത്, ആ ജീവജാലങ്ങളെ കൊന്നു നിന്നുകൊണ്ടാണ് മറ്റു മൃഗങ്ങൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരു ചാക്രിക അവസ്ഥ ഉണ്ട്. അതിൽ പറ്റുന്ന മൃഗങ്ങളെ ഭക്ഷിച്ചുകൊണ്ട് മനുഷ്യനും ചെയ്യുന്നു, ജീവിക്കുന്നു. ഇതൊക്കെ ഇവിടെ നിലവിലുള്ള സംവിധാനങ്ങൾ തന്നെയാണ്. പിന്നെ മാത്രമല്ല യൂറോപ്യന്മാർ ഇങ്ങോട്ട് വരേണ്ട കാരണം എന്താ? അതിൻ്റെ അടിസ്ഥാന കാരണം കുരുമുളക് കൊണ്ടുപോകാനാണ്. ഇതിന് കുരുമുളക് കൊണ്ടുപോയത് അന്ന് അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല. അന്ന് അവർക്ക് 6 മാസം ശൈത്യമാണ്, 6 മാസം അവർക്ക് ഇതാണ്. അപ്പോൾ ഈ ശൈത്യകാലത്ത് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് എന്താണ് 6 മാസത്തിനുള്ള ഭക്ഷണ കന്നുകാലികളെ കശാപ്പ് ചെയ്ത് അതിൻ്റെ മാംസമാണ് അവർ സൂക്ഷിച്ചിരുന്നത്. ആ മാംസം സൂക്ഷിക്കണമെങ്കിൽ റെഫ്രിജറേറ്റർ ഇല്ല, കറണ്ടില്ല. അപ്പോൾ അത് കേട് വരാതിരിക്കാനുള്ള മാർഗ്ഗം എന്താ? അപ്പോഴാണ് കുരുമുളകിലേക്ക് എത്തിയത്. അങ്ങനെ ആ കുരുമുളക് അന്വേഷിച്ചിട്ടാണ് അവർ എന്ത് വരുന്നത്? ഇന്ത്യയിൽ വരുന്നത്. അപ്പോൾ യൂറോപ്യന്മാരുടെ ഭക്ഷണ സംവിധാനം വരെ ഇതിലാണ് എന്ത് ചെയ്യുന്നത് ഉള്ളത് എന്നുള്ളത്. അങ്ങനെയാണ് ഇവിടെ പിന്നെ ഈ കൊളോണിയലിസം കാര്യങ്ങളൊക്കെ ഉണ്ടായതെന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മൃഗങ്ങളുടെ രോമം, തൂവൽ, തൊലി, ഇതുകൊണ്ടൊക്കെ എന്തൊക്കെ ഉപകരണങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കാം. മനസ്സിലും അതിൻ്റെ മാംസം ഉപയോഗിക്കുമ്പോഴേക്കും എന്താണ് ആകെ പ്രശ്നമാണെന്നുള്ളത്. പിന്നെ മാത്രമല്ല ഇസ്ലാം പറയുന്നത് എന്താ വെച്ചാൽ ഇതിനെ അടിച്ചു കൊല്ലാൻ പാടില്ല, അതിനെ കുത്തി കൊല്ലാൻ പാടില്ല. അത് ശരിക്കും നല്ല മൂർച്ചയുള്ള ആയുധം കൊണ്ട് പെട്ടെന്ന് അറുത്ത് അതിൻ്റെ ബ്ലഡ് പുറത്തേക്ക് പോയി, ബ്ലഡ് കംപ്ലീറ്റ് പുറത്തേക്ക് പോയിട്ട് വേണം മാംസം ഉപയോഗിക്കാനെന്നുള്ളത്. അപ്പോഴേ അത് ശുദ്ധീകരിച്ച് കിട്ടുള്ളൂ എന്നതാണ്. അപ്പോൾ ഇത് വളരെ കരുണയോട് കൂടി ആയിരിക്കണം അതിനെ അറുക്കുകയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ ഇതിന് നടക്കാൻ പാടില്ല, തൊടാൻ പാടില്ല എന്ന് പറഞ്ഞ് നിർത്തുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. ഈ കന്നുകാലികളൊക്കെ നിർത്തുന്ന സ്ഥലം അവിടെ നിന്ന് പോയി അന്വേഷിച്ചു കൊണ്ടു. അതായത് ചത്തോന്ന് ചോദിച്ചാൽ ചത്തിട്ടില്ല, ജീവിക്കുന്നുണ്ടോ എന്ന് ജീവിക്കുന്നില്ല, അങ്ങനെ ചത്തിട്ടില്ല ജീവിച്ചിട്ടില്ലാത്തൊരവസ്ഥയിൽ എത്ര കന്നുകാലികൾ ഇങ്ങനത്തെ സംരക്ഷണം ചെയ്യുന്ന നമ്മുടെ കേന്ദ്രങ്ങൾ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് അവയെ ശരിക്ക് ഈ രീതിയിൽ ചെയ്യാനുണ്ടെങ്കിൽ മനുഷ്യന്മാർക്ക് ഭക്ഷണമായി അവരാ കെടുതികളിൽ നിന്ന് അനുഭവിക്കേണ്ട അവസ്ഥയില്ല. അത് വേറെ നിലക്ക് അവയോട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഒരു അനാവശ്യമായി ഈ ഒരു സമുദായത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എല്ലാ കാര്യത്തിലും ചെയ്യുന്നത് പോലെ ഒരു വടി എടുത്തുകൊണ്ട് അടിക്കുന്നു എന്ന് മാത്രം, അതല്ലാതെ മറ്റൊന്നും. തീർച്ചയായും ഇതിൻ്റെ ഒരു